ദൈവനാഥന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മളോട് പിന്നെയും കരുണ കാണിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഒരു ദിവസം നമുക്ക് കൂടി വരുവാൻ ദൈവം ഒരു അവസരം തന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്തുക എന്നുള്ളൊരു വിഷയം. ഞാനും കർത്താവും ഉയർത്തപ്പെടുക എന്നുള്ളതല്ല, കർത്താവിനെ ഉയർത്തുക എന്നുള്ള ആത്യന്തികമായ ഒരു ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിനകത്തുള്ളിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലുള്ള തരേണ്ടതിനായിട്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കാം. read a verse from 2 Corinthians chapter 3 verse 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. 2 Corinthians chapter 3 verse 18. വായിച്ചാട്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് പൗലോസ്. ദിസ് ഇസ് വാട്ട് ദ ഹോൾ ജോബ് ഓഫ് ദ ചർച്ചസ്. കർത്താവ് ദൈവസഭയിൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 18-ാമത്തെ വാക്യത്തിൽ we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory just as by the Spirit of the Lord. ഒന്നുകൂടെ വായിച്ചോളൂ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. Nevertheless, when one turns to the Lord, the veil is taken away. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലോട്ട് വരുമ്പോഴേക്കും ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിലേക്ക് വന്നപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ 3-ാം അധ്യായം വായിച്ച പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൂടുപടം, എന്താണ് കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംശയം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ കാണും. 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ക്ലിയറാണ്. കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് ദൈവസഭയിൽ കർത്താവ് ചെയ്തൊരു കാര്യം. വേഴ്സ് 2 and 3, 2-3. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇന്ന് ന്യൂസ് പേപ്പർ വായിച്ചവരൊക്കെ ഇന്ന് കൈവക്കി. വേറെ ആരും ന്യൂസ് പേപ്പർ വായിച്ചില്ല? ഇല്ല, സമയം കിട്ടിയില്ല. ആയിക്കോട്ടെ. സോ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ നമ്മുടെ വീടുകളിലൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വീട്ടുവാതിക്കൽ എന്തുണ്ട്, ഒരു ന്യൂസ് പേപ്പറൊക്കെ കാണും. നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതുമൊക്കെ ഒന്ന് തുറന്ന് നോക്കിയേച്ചാണ് നമ്മൾ ചായയും കൂടെ ഒക്കെ കുടിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ന്യൂസ് പേപ്പർ പോലും പലരും വരുത്തുന്നില്ല. അതിന് പകരം ഇപ്പോൾ എവിടെയാണ് ന്യൂസ് പേപ്പർ? മൊബൈലിനകത്താണ്. ഇപ്പം നമുക്ക് ന്യൂസൊക്കെ നമ്മൾ വായിക്കുന്നത് മൊബൈലിനകത്താണ്. പക്ഷേ ന്യൂസ് പേപ്പർ വായിക്കുന്നതെന്ന് പറയുന്നത് പരസ്യമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒന്നാണ്, അല്ലേ? എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഇതിനകത്ത് കോൺഫിഡൻഷ്യലായിട്ടൊന്നുമില്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വാങ്ങിക്കാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഇറ്റ്സ് എൻ ഓപ്പൺ, എവരിബഡി ക്യാൻ റീഡ്. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻ്റ്, അല്ലേ? എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അപ്പോസ്തലൻ പൗലോസ് പറയാണ് ദൈവസഭയും അതുപോലെയാണ്. ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ ഡോക്യുമെൻറ്റ്, എവരിബഡി ക്യാൻ റീഡ്. അപ്പം ന്യൂസ് പേപ്പർ നമുക്കറിയാം. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഓരോ ന്യൂസ് പേപ്പറും അവരുടെ രീതിയിലായിരിക്കും എഴുതുന്നത്, അല്ലേ? നമുക്കറിയാം അവർക്ക് ഓരോരുത്തർക്കും ഓരോ ബയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെയല്ല, നല്ല സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതമായിക്കൊള്ളട്ടെ. നമ്മൾ സത്യസന്ധമായി എഴുതുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടർ വന്നിട്ട് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ഒരു കോളം ആ ന്യൂസ് പേപ്പറിനകത്ത് എഴുതുക എന്ന് വിചാരിക്കാം. നമ്മളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ഓരോ കോളം, ഇപ്പം സഹോദരന് വേണ്ടി ഒരു കോളം, അടുത്തൊരാൾക്ക് വേണ്ടി ഓരോ കോളം. നമുക്കറിയില്ല, കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും എഴുതുക?
ഇപ്പോൾ ആഷറിനെ കുറിച്ച് എഴുതാനാണെങ്കിൽ ചിലപ്പോൾ ആഷറിന് ചില കാര്യങ്ങൾ ഈ ആഴ്ച കഴിഞ്ഞ് നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കാണും. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചൊക്കെ എഴുതുവാണെങ്കിൽ എന്തായിരിക്കും എഴുതാനുണ്ടാവുക? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരുടെ ആ ഒരു സംസാരത്തിൽ അവരോട് പറയുകയാണ്, സി യു ആർ അവർ എപ്പിസൽ. മലയാളത്തിൽ അത് പത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എപ്പിസൽ എന്നാണ്, ഇറ്റ് കുഡ് ബി ലേഖനം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വട്ട് എവർ ഇറ്റ് ഇസ് യു ആർ അവർ എപ്പിസൽസ് റിട്ടൺ ഇൻ അവർ ഹാർട്ട്സ് നോൺ ആൻഡ് റെഡ് ബൈ ഓൾ മെൻ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ദാറ്റ് മീൻസ് ദ മിനിസ്ട്രി ഓഫ് അപ്പോസ്റ്റൽ പോൾ ക്യാൻ ബി സീൻ ഇൻ ദ ചർച്ച്. ദൈവസഭയിൽ നമ്മളിപ്പോൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് അങ്ങ് നോക്കുക വേണ്ട, എവിടെ നോക്കിയാൽ മതി, നമ്മുടെ വ്യക്തിപരമായ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത്, എങ്ങനെയാണ്. സി വി ക്യാൻ ടോക്ക് ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം, ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം, അല്ലേ, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് ജീവിതത്തിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതാണ് പത്രക്കാരെഴുതാൻ പോകുന്നത്, അല്ലേ. പബ്ലിക് ഈസ് ഗോയിങ് ടു റൈറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ്, നോട്ട് ബിക്കോസ് വാട്ട് യു ആർ സ്പീക്കിംഗ് ഹിയർ. പുറത്ത് കാണുമ്പോൾ എൻ്റെ ഓഫീസിൽ എന്ത് കാണുന്നു അതായിരിക്കും പത്രത്തിനകത്ത് എഴുതാൻ പോകുന്നത്, അല്ലാതെ ഇവിടെ എന്ത് പ്രസംഗിച്ചു എന്നുള്ളതല്ല ഇവിടെ എഴുതാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ദേ ഗോയിങ് ടു റൈറ്റ്. അപ്പോൾ അങ്ങനെ എഴുതുന്ന, അപ്പോൾ അടുത്ത വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്ലിയർലി യു ആർ ആൻ എപ്പിസൽ ഓഫ് ക്രൈസ്റ്റ്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, നിങ്ങൾ ആരുടെ എപ്പിസലാണ്, നിങ്ങൾ ആരുടെ പത്രമാണ്? ക്രിസ്തുവിൻ്റെ പത്രമാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിങ്ങളോട് കൂടെ ചേർത്ത് നമ്മൾ ചിന്തിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ഐ ആം ഓൾവേസ് ഹാവ് വൺ തിങ് ഇൻ മൈ ഹാർട്ട്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനായി only one thing I want to lift up, that is Christ. എൻ്റെ ക്വാളിറ്റി, ഐ ഹാവ് ലോട്ട് ഓഫ് ക്വാളിറ്റീസ്, ഞാൻ ഒത്തിരി നല്ല കാര്യം എൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ one thing I want to lift, that is Christ. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ നമ്മളൊക്കെ പല ചർച്ചുകളിൽ നിന്ന് വന്നവരാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ എന്താണ് വ്യത്യാസം സംഭവിച്ചത്? എന്ത് വ്യത്യാസമാണ് സംഭവിച്ചത്? ഉദാഹരണമായിട്ട് ഞാനൊരു ബോട്ടിൽ വെള്ളം എടുക്കാം, ഒരു ബോട്ടിൽ വെള്ളം. ഈ വെള്ളം ചുമന്ന കുപ്പിക്കകത്ത് ഒഴിക്കുമ്പോൾ അതിന് എന്ത് കളറായിരിക്കും? പുറത്തുനിന്ന് നോക്കിയാൽ ചുമന്നായിട്ട് കാണും. പച്ച കുപ്പിക്കകത്ത് ഒഴിച്ചാലോ പച്ച കാണും. ഇനി ബ്ലൂ കുപ്പിക്കകത്ത് ഒഴിച്ചാലോ ബ്ലൂ കളറായിരിക്കും, പല കളറായിരിക്കും. പക്ഷെ വെള്ളത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. വാട്ടർ ഇസ് ദ സെയിം. വെള്ളത്തിന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ സഭ മാറുമ്പോൾ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിൽ, സി യു ആർ സിംഗിങ്, പാട്ടുകൾ തുടങ്ങുമ്പോൾ വളരെ സ്ലോ ആയിട്ട് തുടങ്ങുന്ന ചർച്ചയിൽ നിന്നായിരിക്കും വന്നേ. ചിലർ വന്നത് വളരെ ഫാസ്റ്റായിട്ട് പാടുന്ന ചർച്ചയിൽ നിന്നായിരിക്കും വന്നേ. ചിലർ വന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റ് തന്നെ എക്സസൈസ് ചെയ്യുന്ന ചർച്ചയാണ്. ചിലരെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ചും തൊടാത്ത ചർച്ചയിൽ നിന്നായിരിക്കും വന്നത്. ഒത്തിരി ഡിഫറെൻ്റ് ടൈപ്പിലാണ്. സോ ദീസ് ആർ ഓൾ emphasis of different bottles. You can see different bottles. Required, not required, we can argue about it. That is different. പക്ഷേ വെള്ളത്തിനകത്ത് വ്യത്യാസം വന്നില്ലെങ്കിൽ what's the point? You moved from a slow singing church to fast moving church. Slow speaking church to fast speaking church. That's all. Water is the same. വെള്ളത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. What is the difference? അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, see, which is the first miracle Jesus did? കാനാവിലെ കല്യാണം. What happened to the water? കിണറ്റി കിടന്ന വെള്ളം കോരി അവിടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? The remain water or it's changed? It changed. That is what exactly should happen. അതാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകേണ്ട വ്യത്യാസം. അതുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ, ആ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് പറയാനായിട്ട് കഴിയും? അപ്പോസ്തലൻ പൗലോസ് പറയാണ്, യു ആർ ആൻ എപ്പിസൽ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുയേശുവിൻ്റെ പത്രമാകുന്നു. റൈറ്റ്? യു ആർ മാഗ്നിഫൈങ് ജീസസ്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, വേഴ്സ് 3, മൂന്നാമത്തെ വാക്യം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പോൾ അവിടെ പറയാണ്, സി ഇറ്റ്സ് ഇഫ് യു റീഡ് ഇറ്റ്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രം നിങ്ങൾ വെളിപ്പെടുന്നു. അത് മഷി കൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഇതാണ്. മഷി കൊണ്ടൊക്കെ ആയിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ ചെയ്യാമായിരുന്നു. പക്ഷെ ദിസ് ഈസ് ബീങ് റിയലി ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, I believe
you have this kind of change in your life. Otherwise, Christian life is a boring exercise in your lifetime. നിങ്ങൾ മീറ്റിങ്ങിന് വരുന്ന നിങ്ങൾക്കൊരു ബോറിംഗ് ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ബോറിംഗ് ആയിരിക്കും. എന്തായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യത്യാസം ഹൃദയത്തിൽ വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. മഷി കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, by the ministry of us, by written and not with ink but with the spirit of the living God, and not on tablets of stone but on the tablet of flesh. ബാക്കിയോട് വായിച്ചേ. കൽപ്പലകയിൽ അല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. കൊരിന്ത ചർച്ച് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു ചർച്ചല്ല, ജാതീയ ചർച്ചുകളുടെ പശ്ചാത്തലം. അവരെ സംബന്ധിച്ചിടത്തോളം പഴയ കൽപ്പന അല്ലെങ്കിൽ പഴയ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് അത്ര റെലവൻസ് ഇല്ല. എങ്കിലും അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അവിടെ കൽപ്പലക എന്ന് ഉദ്ദേശിക്കുമ്പോൾ പഴയ നിയമം എവിടെയാണ് എഴുതി കൊടുത്തത്? കൽപ്പലകൾ അല്ലേ? ഇറ്റ് ഇസ് റിട്ടൺ ഓൺ ദ സ്റ്റോൺസ്. അവിടെ പറയുന്നു പുതിയ കൽപ്പന എഴുതി കൊടുക്കുന്നത് എവിടെയാണ്? ഹൃദയങ്ങളിൽ. അപ്പം പറയുകയാണ്, ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്രമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. പ്രിയ സഹോദരങ്ങളെ, ആൻഡ് വി ആർ ലിഫ്റ്റിംഗ് അപ്പ് ഹും? ക്രൈസ്റ്റ് അലോൺ. കർത്താവിനെ ഉയർത്തിപ്പിടിക്കുക, അല്ലാതെ വേറെ ഒരു ബിസിനസ്സും നമ്മുടെ ബിസിനസ്സല്ല. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? വേറെ ഒരു ബിസിനസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരൊറ്റ ബിസിനസ്സാണ് ദൈവസഭയിൽ. അവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ പലകളിൽ ചില രൂപാന്തരങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദിസ് വാസ് ദ വർക്ക് വിച്ച് ഐ വാസ് ഡൂയിങ് ഇൻ യുവർ വർക്ക് ഇൻ ബിറ്റ്വീൻ യു. നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇതാണ് പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്ത ദൈവത്തിൻ്റെ ആ ഒരു സുവിശേഷം അത് മഹത്വരമാണ്. ഇറ്റ് ഈസ് ഗ്ലോറിയസ് ദാൻ വാട്ട് യു സീ ഫ്രം ദ ജൂസ്. ഫ്രം യെരുസലേമിൽ അവിടെ കാണുന്ന സുവിശേഷത്തെക്കാട്ടിൽ മനോഹരമായ ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഒരു സുവിശേഷമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ മനോഹരമായ ശുശ്രൂഷ, ശ്രേഷ്ഠമായ ശുശ്രൂഷ എന്ന് പറയാൻ കാര്യം? ചില കമ്പാരിസൺ അവിടെ പറയണം. വേഗം വായിച്ചു പോകും, എല്ലാം ഒന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ല. വേഗം വായിച്ചോട് പറയുന്നത് വേഴ്സ് 4, അതെ, 4 വാക്യം 5 വാക്യം. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമുക്കറിയാം പുതിയ നിയമ ശുശ്രൂഷ എവിടെ വെച്ചാണ് തുടങ്ങിയത്? പെന്തക്കോസ്ത് നാൾ തുടങ്ങി. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമം എന്ന് പറഞ്ഞു അല്ലേ? ആൻഡ് ഈ സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം ദേ ആൻഡ് ഇറ്റ് ഇസ് എക്സിക്യൂഷൻ പ്രോബബ്ലി അറ്റ് ഇസ് റിസറക്ഷൻ പോയിന്റ് ഓഫ് ഇറ്റ് ഓൺവേർഡ്സ് യു ക്യാൻ സീ ദാറ്റ് ഇസ് ബീങ് എക്സിക്യൂട്ടഡ് ഫുള്ളി. അപ്പം കർത്താവായ യേശു ക്രിസ്തു ആണ് അതിൻ്റെ എഴുതിയ വ്യക്തി, ദ പേഴ്സൺ ഹു സ്റ്റാർട്ടഡ് ഇറ്റ്, റൈറ്റ്? ആ ഒരു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷക്കാരായിട്ടാണ് അപ്പോസ്തലനായ പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ ആരായിരുന്നു കൊണ്ടുവന്നത്? മോശ കൊണ്ടുവന്നു. അപ്പോൾ പഴയ നിയമം മോശ കൊണ്ടുവന്നു, അപ്പോസ്തലനായ കർത്താവായ യേശു ക്രിസ്തു കൊണ്ടുവന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് അപ്പോസ്തലനായ പൗലോസിനെ ഏൽപ്പിച്ചെടുക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ദിസ് ഇസ് ഗ്ലോറിയസ്, ഇത് വളരെ തേജസ്വരിയാണ്. അതിൻ്റെ കമ്പാരിസൺ അദ്ദേഹം പറഞ്ഞു. ചില കമ്പാരിസൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നു ദിസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഇവിടെ പറഞ്ഞു അക്ഷരമല്ല ആത്മാവാണ്. ആദ്യം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം. ഏതാണ്ട് 600 ചില്ലുവാനും കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ എത്ര ഉണ്ട്? ഏതായാലും അതിൻ്റെ ഡബിളുണ്ട്. അപ്പം കൽപ്പനകളില്ല എന്നുള്ളതല്ല പുതിയ നിയമത്തിൻ്റെ. പലരും ചിന്തിക്കുന്നത് പുതിയ നിയമത്തിൽ കൽപ്പനകളൊന്നുമില്ല, എന്തും ചെയ്യാം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. പുതിയ നിയമത്തിൽ കൽപ്പനകൾ കൂടുതലാണ് ആക്ച്വലി. പക്ഷെങ്കിൽ ഇവിടെ എന്തുണ്ട്? ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്.
പഴയ നിയമത്തിൽ നമുക്ക് എന്തില്ലായിരുന്നു? ആ ഒരു ഹെൽപ്പ് ഇല്ലായിരുന്നു. പുതിയ നിയമത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. സോ ഇറ്റ് ഇസ് റിട്ടൺ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഓഫ് ദ ലെറ്റർ ബട്ട് വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് ഫോർ ദ ലെറ്റർ കിൽസ്. കാരണം ന്യായപ്രമാണത്തിൻ്റെ ഒടുവിൽ ഇത് ചെയ്താൽ നീ, ഇങ്ങനെ ചെയ്താൽ നീ മരിക്കും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ശാപം ഉണ്ടാവും, പറഞ്ഞ് പല കാര്യങ്ങളും അല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒടുവിൽ ദ ലെറ്റർ ഓൾവേസ് ബ്രിങ്സ് ടു ദ ഡെത്ത് പെനാൽറ്റി ആയിരിക്കും പല കാര്യത്തിനകത്തും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആത്മാവോ എന്ത് തരുന്നു? ജീവൻ തരുന്നു. ആത്മാവോ ജീവൻ, ആ ജീവനും സമൃദ്ധിയായ ഒരു ജീവനിലൂടെ. അപ്പം ദൈവസഭയുടെ ദൗത്യം അദ്ദേഹം പറയുകയാണ്, എൻ്റെ ദൗത്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് ഞങ്ങൾ ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പണിയുന്ന അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിലും എന്തുമാത്രമായിരിക്കണം? കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കണം ഉയർക്കേണ്ടത്. ആ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ദിസ് ഈസ് എ ന്യൂ covenant which the Lord has given us. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പുതിയ കവനൻ്റ് അത് ഗ്ലോറിയസ് ആണ്, പഴയതിനെക്കാട്ടിൽ വ്യത്യാസകരമായിട്ടുള്ളൊരു കവനൻ്റാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 7ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വേഴ്സ് 12 വരെ നമ്മൾ വേഗം ഒന്ന് വായിച്ചു. ഈ ഭാഗം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. പക്ഷേ വേഴ്സ് 7 onwards. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാത്ത വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ് ഉള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരു പഴയ നിയമത്തിൻ്റെ ഒരു സംഭവത്തെ ഉദ്ധരിച്ചാണ് പറയുന്നത്. പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു കാര്യം, മോശ പിതാവിനെ കാണാൻ പോയി, അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ തിരിച്ചു വന്നപ്പോൾ എന്തായിരുന്നു? മോശയുടെ ഫേസ് ഭയങ്കരമായിട്ടും ബ്രൈറ്റായി. അപ്പം ജനം നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിത് കാണാൻ പറ്റണില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇന്നോട്ട് ഒരു കർട്ടൻ ഇടണം, ഒരു മൂടുപടം, നമ്മൾ ഈ കണ്ടത്തിലെ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് വേണം ഞങ്ങളോട് സംസാരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ മോശ ഇത് പൊക്കും, ജനത്തിൻ്റെ അടുക്ക വരുമ്പം താഴോട്ടിടും. അപ്പം മോശ ഇങ്ങനെ ഒരു കേർട്ടൻ ഇട്ടുകൊണ്ടായിരിക്കും എപ്പോഴും പോകുന്നത്. ഞാൻ കഥയല്ല പറയുന്നത്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഭാവം എടുത്ത് വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു മോശ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ മോശ പോയി കണ്ടു കഴിയുന്നുണ്ടേ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും ആ മുഖമൊക്കെ ഭയങ്കരമായിട്ട് തേജസ്സായിട്ട് വരും. ജനം പറയും അങ്ങനെ വേണ്ട, അപ്പോൾ പിന്നെ ഒരു കർട്ടൻ ഇടും. പക്ഷേ കുറച്ച് ദിവസം പോകാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ശോഭയ്ക്ക് എന്ത് പറ്റും? ശോഭ ഇങ്ങനെ മങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മോശ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമ്പം മോശയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ഫീലിംഗ്, ഇതിൻ്റെ അടിയിൽ എന്തുണ്ട്? തേജസ്സുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് മങ്ങുന്ന കാര്യം അതാണ് നമ്മുടെ പ്രമാണങ്ങളുടെ ഒരു പ്രശ്നം. ഈ പ്രമാണങ്ങൾക്കെല്ലാം ഒരു ഗ്ലോറി ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രമാണമില്ലാത്തൊരു കൂട്ടത്തിൽ നിന്നും പ്രമാണമുള്ളൊരു കൂട്ടരായിട്ടാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും പരിപാലിച്ചത്. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള ആൾക്കാരെക്കാട്ടിലും ശ്രേഷ്ഠമായ ഒരു ലെവലിലാണ് അവരുണ്ടായിരുന്നത്. അപ്പം പ്രമാണമില്ലാത്തതിനെക്കാട്ടിലും പ്രമാണമുള്ള ജനം ശ്രേഷ്ഠമായിരിക്കും. എന്നാൽ ആ പ്രമാണത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പം ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കുറയും. ദൈവവുമായിട്ടുള്ള ബന്ധം കുറയുന്നതനുസരിച്ച് എല്ലാം കുറഞ്ഞു വരും. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരു കപടഭക്തി പോലെ അതിങ്ങനെ നടക്കാം. ആരും അറിയത്തില്ല ഇതിൻ്റെ അടിയിൽ യഥാർത്ഥമായ ദൈവമൊന്നും ബന്ധമൊന്നും ഇല്ല എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം യഥാർത്ഥമായ ദൈവബന്ധം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട്. അപ്പം മോശയ്ക്ക് അങ്ങനെ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങാനും ആരെങ്കിലും ഇത് പൊക്കി നോക്കിയാൽ പണ്ടത്തെ ശോഭയൊന്നും ഇപ്പം ഇല്ല, അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയേ. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ സൂക്ഷിച്ച് നടക്കുകയാണ്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു കമ്പാരിസനാണ് വേഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചതിനകത്തുനിന്ന് ചില വാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു കാര്യം, ഒന്ന്, പഴയ നിയമം എന്തായിരുന്നു? അക്ഷരമായിരുന്നു. പുതിയ നിയമം എന്താണ്? ആത്മാവാകുന്നു. പഴയ നിയമം കല്ലിലായിരുന്നു, പുതിയ നിയമം ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമം മരണമായിരുന്നു, പുതിയ നിയമം ജീവനായിരുന്നു. പഴയ നിയമം നീങ്ങിപ്പോകുന്നതായിരുന്നു, പുതിയ നിയമം നിലനിൽക്കുന്നതെന്നായിരുന്നു.
പഴയ നിയമം നീങ്ങിപ്പോകുന്ന തേജസ്സായിരുന്നു. പുതിയ നിയമം അത്യന്ത്യം തേജസ്സുള്ളതായി, അല്ലേ? തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നിൽക്കണം. പഴയ നിയമം ശിക്ഷാവിധിയായിരുന്നു, എന്നാൽ പുതിയ നിയമം ജീവനായിരുന്നു. കമ്പാരിസൺ മനസ്സിലായോ? ഇതെല്ലാം ഈ പറയുന്ന ഈ വാക്കുകളുടെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ദ പോൾ ഈസ് സേയിങ് വൺ തിങ് ഈസ് ദാറ്റ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റിനെക്കാട്ടിലും പുതിയ നിയമം ഗ്ലോറിയസ് ആണ്. അതിൻ്റെ ശുശ്രൂഷക്കാരനാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പഴയ നിയമകാര്യത്തെക്കുറിച്ച് പറയാത്തത്. പുതിയ നിയമത്തെ പലരും ചിന്തിക്കും, എന്താണ് നമ്മൾ ഇപ്പോഴും പഴയ നിയമത്തിൻ്റെ കുറച്ചും പുതിയ നിയമത്തിൻ്റെ കുറച്ചും എടുത്ത് നമ്മൾ ചെയ്യാറ്. പഴയ നിയമം അനുസരിക്കുകയാണെങ്കിൽ മൊത്തമായി പഴയ നിയമം അനുസരിക്കണം, പുതിയ നിയമം അനുസരിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഗമായിരിക്കണം. അപ്പം രണ്ടും കൂടെ നമ്മൾ തുന്നിച്ചേർക്കരുത്. അപ്പോൾ ഇവിടെ കാണുന്ന പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് ദൈവസഭയെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ വരും, എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ ആ കാര്യം നമ്മൾ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഈ കാര്യം എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഒന്നുകിൽ ഒരു കൽപ്പന എടുക്കുകയാണെങ്കിൽ മൊത്തം എടുക്കണം, ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പൗലോസ് പറയണ വി ആർ പ്രീച്ചിങ് ദ ന്യൂ കവനന്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൽ ആത്മാവ് കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആത്മാവ് കൊണ്ടുവരുന്ന ജീവനെക്കുറിച്ചും ആത്മാവ് കൊണ്ടുവരുന്ന ആ ലൈഫിനെ കുറിച്ചൊക്കെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ജീവനാണ് നമ്മളുടെ ദൗത്യം. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് താഴോട്ട് വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, വേഴ്സ് 14, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. Because the heart is so hardened. The heart is so hardened. ഈ ഹൃദയത്തെ നമ്മളൊരു കണ്ണാടി പോലെ മനസ്സിൽ കാണും. ഹൃദയത്തെ എന്തായിട്ട് കാണാം? ഒരു കണ്ണാടി പോലെ മനസ്സിൽ കാണും. അപ്പം അത് നമ്മൾ കണ്ണാടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖം നോക്കാനായിട്ട് നോക്കുന്ന കണ്ണാടിയില്ലേ, ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് പോയി നിന്നാൽ അതിൻ്റെ പ്രതിഫലനമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ആ കണ്ണാടിയുടെ മണ്ടയ്ക്ക് ഒരു മൂടുപടം ഇട്ടെന്ന് വിചാരിച്ചോ, പിന്നെ കണ്ണാടി കൊണ്ട് പ്രയോജനം ഉണ്ടാവൂല്ലേ? ഉണ്ടാകത്തില്ല. അപ്പോൾ അതുപോലെയാണ് കഠിനപ്പെട്ട പഴയ നിയമത്തിൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിലൊരു മൂടുപടം ഉണ്ട്. അവർക്കതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷങ്ങൾ കാണിച്ചിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ദേ കനോട്ട് റിഫ്ലക്റ്റ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ക്രിസ്തുയേശുവിൽ വന്നപ്പോൾ എന്ത് മാറ്റി? മൂടുപടം മാറ്റി. 16-ാമത്തെ വാക്യം, വേഴ്സ് 16, 16-ാമത്തെ വാക്യം വായിച്ചാൽ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അപ്പോൾ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഈ കണ്ണാടിയുടെ ഫ്രണ്ടിലുള്ള മൂടുപടം മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളിനെ കൃത്യമായി നമുക്ക് കാണാം. ഈ കണ്ണാടിയിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ട് കാണാം. കണ്ണാടിയുടെ ഫംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പം മൂടുപടം ഇപ്പം ഈവൻ ടു ദിസ് ഡേ വെൻ മോസസ് ഇസ് റെഡ് ദ വെയിൽ ലൈസ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ പഴയ നിയമഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലേക്ക് തിരിയാത്തിടത്തോളം കാലം അവരുടെ ഹൃദയങ്ങളിൽ ഒരു വെയിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, അതിവിശുദ്ധ സ്ഥലത്തിലോട്ട് അവർക്ക് കയറി ചെല്ലുവാൻ കഴിയാത്തത്. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമുക്കൊരു വഴി, പുതിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതിയ വഴി നമുക്ക് തുറന്നു തന്നിരിക്കുന്നു, അല്ലേ? അപ്പോൾ അത് ക്രിസ്തുവേശു നമുക്ക് തുറന്നു തന്നതാ. ദ വെയിൽ ഹാസ് ബീൻ ടോൺ അപ്പാർട്ട്. പക്ഷെ പഴയ നിയമഭക്തനെ സംബന്ധിച്ചിട്ട് അത് ഇന്നും അവൻ വിശ്വസിക്കുന്നില്ല. അവൻ ഇന്നും ചിന്തിക്കുന്നത് ആ വെയിൽ അവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ദൈവത്തിൻ്റെ തിരുനിവാസം അതിൻ്റെ പുറകിലാണ്, എനിക്ക് അപ്രാപ്യമാണ് എന്നുള്ള ചിന്തയാണ് ഇപ്പോഴും ഒരു പഴയ നിയമഭക്തനുള്ളത്. എന്നാൽ പുതിയ നിയമഭക്തനെ സംബന്ധിച്ചിടത്തോളം ദ വെയിൽ ഹാസ് ബീൻ റിമൂവ്ഡ്. നൗ ഹിസ് ഹാർട്ട് ക്യാൻ റിഫ്ലക്റ്റ് ദ ഗ്ലോറി ഓഫ് ജീസസ്. യേശുവിൻ്റെ മഹത്വം റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവസഭയിലുള്ള ഓരോ സഹോദരന്മാരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വം റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ്. അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, വേഴ്സ് 17 and 18. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. We all
വിത്ത് അൺവെയിൽഡ് ഫേസ്. ഇപ്പോൾ ഇതിന് ഫ്രണ്ടിൽ എന്തില്ല? മൂടുപടമില്ല. ഈ കണ്ണാടിയുടെ ഫ്രണ്ടിൽ എന്തില്ല? മൂടുപടമില്ല. അതുകൊണ്ട് കണ്ണാടിക്ക് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും. വിത്ത് ആൻ അൺവെയിൽഡ് ഫേസ് ബിഹോൾഡിങ് ആസ് ഇൻ എ മിറർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ആർ ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഇമേജ്. അപ്പം ഇവിടെ കാണുന്ന ഈ റിഫ്ലക്ഷൻ ബീങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഇമേജ് ഫ്രം സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അതെന്നെ മനസ്സിലാവുന്നില്ല അല്ലേ? അതെന്താ അങ്ങനെ വരാൻ കാര്യം? കാരണം ഈ കണ്ണാടി പെർഫെക്റ്റ് അല്ല. നിങ്ങൾ പഴയ കണ്ണാടി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കാണുമായിരിക്കും. ചിലപ്പോൾ ഈ കബോർഡിലൊക്കെ കണ്ണാടി വെച്ച് കുറേ കാലം കഴിയുമ്പോൾ ഈ കണ്ണാടിയുടെ പുറകിലുള്ള കോട്ടിങ് അങ്ങ് പോവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന കണ്ണാടി നമ്മളെ കാണുമോ? നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ദ പിക്ചർ ഈസ് നോട്ട് ക്ലിയർ. അപ്പം ഈ കണ്ണാടിയാണെന്ന് ചോദിച്ചാൽ കണ്ണാടിയാണ്. പക്ഷേ ഈ കണ്ണാടിക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കാര്യത്തെ പ്രതിബിംബിക്കാൻ പറ്റുമോ? യേശുവിനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇൻ അനദർ വേർഡ്സ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ഹൃദയങ്ങളിൽ പറയുന്നത്. ഈ കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ, അപ്പം ഈ ക്രിസ്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. പലരും ചോദിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ കേട്ട സുവിശേഷം വേറൊരാൾ കേട്ട സുവിശേഷം വ്യത്യാസമാണോ? അല്ല. പിന്നെ എങ്ങനെയാ? അദ്ദേഹം ഇച്ചിരൂടെ ആത്മീയൻ, എനിക്ക് അത്ര. ക്രിസ്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അല്ലേ അല്ല. ബിക്കോസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ദ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ കാര്യം ശരിയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ പിന്നിലെ ഈ കോട്ടിങ് എല്ലാം പോയി. ഈ കോട്ടിങ് എല്ലാം പോയത് കൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിന്. അപ്പം നൗ വെൻ വി റിപ്പയർ ദീസ് തിങ്സ്, ഈ കാര്യങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ ദ ഇമേജ് വിൽ ബിക്കം മോർ ആൻഡ് മോർ ക്ലിയർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സഭയുടെ ദൗത്യം എന്താണ്? സഭയുടെ ദൗത്യം എന്താണ്? ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് പറയണ വി ആർ ലിഫ്റ്റിംഗ് അപ്പ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായി നമുക്ക് ക്രിസ്തുവിനെ ഉയർത്തണം. ദൈവസഭയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ സുവിശേഷം ഉയർത്തുക എന്നുള്ളതാണ്. ആ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ജീവൻ്റെ ശുശ്രൂഷയാണ്. അത് ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ് വി ആർ റിപ്പയറിങ് ദിസ് അവർ ഹാർട്ട്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിന് രൂപാന്തരം വരുന്ന അനുസരിച്ച് ദ മോർ ആൻഡ് മോർ വി ക്യാൻ റിഫ്ലക്റ്റ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപം കൃത്യമായി തിളങ്ങാൻ അത് പല രീതിയിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പല വേഴ്സുകൾ നിങ്ങൾ എടുത്താൽ മനസ്സിലാക്കാനായിട്ട്. അപ്പോസ്തലനായ പൗലോസ് പിന്നെയും അവരോട് പറയുകയാണ്, നൗ റീഡ് ദാറ്റ് വേഴ്സ് പ്ലീസ്, എവ്രിബഡി റീഡ് ദ വേഴ്സ് 18. അവരവരുടെ ബൈബിളിനകത്ത് 18-ാമത്തെ വാക്യത്തിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ചെയ്യേണ്ടത്. 18-ാമത്തെ വാക്യം അവരവരുടെ ബൈബിളിനകത്തൊന്ന് വായിച്ചു നോക്കി. 18-ാമത്തെ വാക്യം വേഴ്സ് 18. We all with, എല്ലാവർക്കും കൂടെ ചേർത്തൊന്ന് വായിക്കാം. We all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory just as by the Spirit of the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ഈ കർത്താവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഒരു ചേഞ്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് വരെ ഈ പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. റോമൻസ് 8:28 ഒക്കെ നിങ്ങൾ ചേർത്ത് മനസ്സിൽ ഓർത്താണ്. അപ്പം കർത്താവ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിലൊരു സാഹചര്യമൊക്കെ തരുന്നതെന്ന് ഓർത്താണ്. എന്തിനു വേണ്ടിയാ? ഈ ഇമേജ് ശരിയായ രീതിയിൽ നമ്മുടെ ഇവിടെ തെളിയാൻ വേണ്ടിയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയാം, ദിസ് ഈസ് മൈ വർക്ക്. പ്രൈസ് ഗോഡ്. എല്ലാവരും അതുപോലെയാണ്. അപ്പം നല്ല കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിലെ പ്രായോഗിക ആവശ്യങ്ങളൊക്കെ കർത്താവ് മീറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ഗോഡ് ഇസ് എ ഗുഡ് ഗോഡ്. I want to ask you one question. എത്ര പേർക്ക് സ്വർഗസ്ഥനായ പിതാവെ അറിയാം? ആ പ്രാർത്ഥന, the Lord's Prayer, how many of you know? Everybody knows Lord's Prayer, right? മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ? ചോദ്യം, അതിനകത്ത് ആദ്യത്തെ സപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഏതാണ്? ആദ്യത്തെ റിക്വസ്റ്റ് ഏതാണ്? അപ്പം അതിനകത്ത് ഓരോ റിക്വസ്റ്റുകളാണ്. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണല്ലോ. ആദ്യത്തെ റിക്വസ്റ്റ് ഏതാണ്? നിന്റെ രാജ്യം വരണമേ, അതാണോ ആവശ്യം? അതോ അന്നേക്കുള്ള ആഹാരം അങ്ങയുടെ ആണ്? അപ്പം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക എന്നുള്ളതാണ് ദൈവം പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ആദ്യത്തെ റിക്വസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നോ ഒന്നുമല്ല. ദ ലോർഡ് ഇസ് സോ സിമ്പിൾ. ഹി സേസ്
you need to pray, Lord, I need food. I need my job. I need my salary. Correct? You can pray. There's nothing wrong in it. The Lord told us to pray for that. അന്നേക്കുള്ള ആഹാരം തരണമേ. There's nothing wrong in it. Absolutely spiritual. അപ്പോൾ പക്ഷേ the priority, the first thing is the Lord says, pray for the kingdom of the Lord. ദൈവരാജ്യത്തിന് വേണ്ടി, ആ ഒരു മഹത്വത്തിന് വേണ്ടി. അപ്പം ദൈവസഭയെക്കുറിച്ചുള്ള നമ്മുടെ ദൗത്യം എന്താണ്? കർത്താവിൻ്റെ മഹത്വത്തിനായി, ദൈവസഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള മഹത്വത്തിനായിട്ട്. നൗ നമ്മൾ ഇനി ഒരു ഭാവന കാണാൻ പോവുകയാണ്. ഭാവന കാണാൻ ബൈബിളിനകത്ത് ഉള്ള ഭാവനയല്ല, നമ്മുടെ ഭാവനയാണ് കേട്ടോ. കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? എപ്പോഴെങ്കിലും കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടല്ലോ? നമ്മുടെ നാട്ടിലെ ചായക്കട തന്നെ ആയിക്കോട്ടെ, ശരി, അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണും. അങ്ങനെ ഒരു കോഫി ഷോപ്പിൽ നിങ്ങൾ പോകുന്നൊരു അതുപോലത്തെ ഒരു കോഫി ഷോപ്പ്, അപ്പോസ്തലനായ പൗലോസ് കോഫി ഷോപ്പിൽ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കോഫി ഷോപ്പിൽ ചെന്നു. നമ്മുടെ നാട്ടിലെ ഈ പേപ്പറിനൊക്കെ എഡിഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയോ? പേപ്പറിനകത്ത് എഡിഷൻ ഇല്ലേ? ബ്രദറിൻ്റെ അവിടുത്തെ എഡിഷൻ ഏതാ? കോട്ടയം എഡിഷനാണോ അവിടെ കിട്ടുന്നത്? കറുവച്ചാൽ എഡിഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കറുവച്ചാലിന് എഡിഷൻ ഇല്ല, പക്ഷേ കോട്ടയം എഡിഷൻ ഉണ്ടാവും, തിരുവനന്തപുരം എഡിഷൻ ഉണ്ടാവും, കണ്ണൂർ, അങ്ങനെ മേളോട്ട് എഡിഷൻ ഉണ്ടാവും. അപ്പം അപ്പോസ്തലനായ പൗലോസ് ചായ കുടിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ എടുത്ത് അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ വാർത്ത, സഭയിലെ ചർച്ചിൽ ഭയങ്കര അടി. ആദ്യത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത അദ്ദേഹം വായിക്കുകയാണ്, സഭയിൽ അവിഹിത ബന്ധം. മൂന്നാമത്തെ വാർത്ത അദ്ദേഹം വായിക്കുകയാണ്, സഭയിൽ കോടതിയിൽ പോകുന്നു. നാലാമത്തെ വാർത്ത അദ്ദേഹം വായിക്കുകയാണ്, ഡിവോഴ്സ് കേസസ് വർദ്ധിക്കുന്നു. അഞ്ചാമത്തെ അദ്ദേഹം വായിക്കുകയാണ്, അന്യദേവന്മാരെ ആരാധിക്കാനായിട്ട് പോകുന്നു. ഇദ്ദേഹം ഇത് നോക്കിയിട്ട് വെച്ചാൽ ഏത് എഡിഷനായി പേപ്പർ? നിങ്ങളാന്നേരം നോക്കുമല്ലേ ഏത് എഡിഷനായിരിക്കും? ഞാൻ പറഞ്ഞ ഏത് എഡിഷനായിരിക്കും? ഏതായിരിക്കും? പറ. കോട്ടയം എഡിഷനല്ലേ? ഏതായാലും ഏത് എഡിഷനായിരിക്കും? ഫസ്റ്റ് കൊരിന്ത്യൻസ് അല്ലേ? ഫസ്റ്റ് കൊരിന്ത്യൻസിൻ്റെ എഡിഷനാണത്. ഇങ്ങനൊരു ന്യൂസ് പേപ്പർ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടിയത്. നിങ്ങൾ അതിശയോക്തിയോടെ നോക്കുന്നുണ്ട്. ദീസ് ആർ ഓൾ ദ ഹെഡിങ്സ് ഓഫ് എവറി ചാപ്റ്റർ ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ്, റൈറ്റ്? ഇസ്ന്റ് ഇറ്റ്? ദീസ് ആർ ഓൾ ദ ഇഷ്യൂസ് യു വിൽ സീ ഇൻ ദ ന്യൂസ് പേപ്പർ. ആദ്യം ചോദിക്കും, ആരാണ് ഇതിൻ്റെ പാസ്റ്റർ? അല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കണ്ടാൽ ചോദിക്കും, ഇതിൻ്റെ പാസ്റ്റർ ആരാണ്? പൗലോസ് കരഞ്ഞോണ്ട് പറയും, I am the pastor of this church. You are with me? പൗലോസ് പറയും. അതുകൊണ്ടാണ് പൗലോസ് ഈ അവിഹിത ബന്ധം എന്നൊക്കെ കാണുമ്പോൾ 1 കൊരിന്ത്യർ 6 ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ അന്യായം സഹിച്ചുകൂടാഞ്ഞത് എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. അവിഹിത ബന്ധത്തിലൊക്കെ പറയുന്നതിലൂടെ ഐ വാസ് റിയലി ബേണിങ് ഇൻ മൈ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന അവസാനം മനസ്സിലായോ? ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ ഹെഡ്ലൈൻസ് ഒക്കെ ആയിരിക്കും, forget about it, we are not worried about others, we are worried about us. അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ ദുഃഖിക്കും. And when he read 1 Corinthians and 2 Corinthians, it is a lot more better. നമുക്കറിയാം 2 കൊരിന്ത്യരിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ബെറ്ററായി എന്നുള്ളൊരു കാര്യം. അപ്പം this is the condition the church was, 1 Corinthians situation. അവിടെയാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ദൗത്യം ഇതാണ്. സ്വരങ്ങളെ ഈനോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ആർക്കും വായിക്കാം. ഇത് സഭക്കാർക്ക് മാത്രമല്ല, ആർക്കും വായിക്കാവുന്നൊരു കാര്യമാണ്. ഒന്ന് ഓർത്ത് നോക്കി, ആ ചായക്കടയിൽ ഉള്ള പേപ്പറെല്ലാം ഒരു പക്ഷേ പൗലോസിങ് മേടിച്ച് കാണും, അല്ലേ? ഇനി ആരും ഇത് വായിക്കരുത്, അല്ലേ? കാരണം അതുപോലെ വിഷമം വന്ന് കാണും. അവസാനം മനസ്സിലായോ? Can you really understand? This is not something is written for some. I am trying to bring up Christ, but what are you doing? Now Paul is talking to them. Paul is saying that this is the gospel. Our gospel is to lift up Christ. സഹോദരങ്ങളെ,
ദാറ്റ് ഈസ് അവർ വിഷൻ ഷുഡ് ബി. നമ്മളുടെ വിഷൻ എന്തായിരിക്കണം? എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്? കർത്താവെ, ഇന്ന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ഇന്ന് നമ്മളെക്കുറിച്ച് ഒരു കോളം എഴുതുകയാണെങ്കിൽ എന്ത് എഴുതും? ചർച്ച് വിച്ച് ലിഫ്റ്റ്സ് അപ്പ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സൗരഭ്യവാസന പരത്തുന്ന. വി ആർ നോട്ട് പെർഫെക്റ്റ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മനസ്സിലാക്കുന്നു, ഞാനും പെർഫെക്റ്റ് അല്ല, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് വാട്ട് ഈസ് അവർ ഡിസയർ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈസ് ദാറ്റ് അവർ ഡിസയർ? ലോർഡ്, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വെൻ വി അറ്റ് വർക്ക് പ്ലേസ്, ദ വേ വി കണ്ടക്ട് അവർ സെൽസ് ഡിസൈഡ്സ്. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് കൊരിന്ത്യൻസിലെ ഓരോ ചാപ്റ്റേഴ്സും ഇഫ് യു ആയിരിക്കും ഓരോ ഇഷ്യൂസാണ്. ആ ഓരോ ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ കാര്യം നമ്മൾ കാണുമ്പോൾ, കർത്താവെ, ഞങ്ങളെ കർത്താവെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ പണിയണമേ. വർക്ക് ഇൻ അവർ ലൈഫ്. This is the way he says that with all unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image. So we are not perfect. നമ്മളുടെ ഈ പറഞ്ഞ കണ്ണാടിയിലാകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് we work around. കർത്താവെ, ഇതിനകത്തൊക്കെയും work out our salvation with fear and trembling, Lord, so that your image is being reflected. കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ആ ഇമേജ് വെളിപ്പെടുന്നത് വരെ നമ്മളിൽ വർക്ക് ചെയ്യാം. Praise the Lord. And that's what God has called us for. And Paul is saying, if you read 2 chapters down, on the 5th അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ, verse chapter 5, therefore we make it, chapter 5 verse 9, 5:9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. വളരെ നല്ല കാര്യം അപ്പോസ്തലൻ പൗലോസ് പറയാണ്, I have so many things to talk about, the glorious gospel. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗോസ്പലിൻ്റെ ഗ്ലോറി എന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഇത് കുപ്പികൾ മാറുന്ന കാര്യം ഞാൻ പറഞ്ഞു. കുപ്പികൾ മാറുന്നതല്ലാതെ വെള്ളത്തിന് വ്യത്യാസം വരുന്നില്ല എങ്കിൽ there is no effect. The Lord says that water need to be changed. ആ വെള്ളത്തിന് വ്യത്യാസം വന്നതുപോലെ കർത്താവെ, ഒരു ചേഞ്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു എഫക്റ്റിനാൽ എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാകും. സോ ദാറ്റ് ഐ ലിഫ്റ്റ് അപ്പ് ഗ്ലോറി ഓഫ് ദ ലോർഡ് ഡേ ബൈ ഡേ. ഓരോ ദിവസങ്ങളിലും ഐ നീഡ് ടു ചേഞ്ച് ഇൻ മൈ ലൈഫ്. ഹൗ ഡു ഐ നോ യു ഫിയർ ദ ലോർഡ് ഓർ നോട്ട്? നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എനിക്ക് ദൈവത്തെ ഭയമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റുക? ഹൗ ഡു വി നോ? ഹൗ ഡു യു നോ? ഹൗ ഡു യു ചെക്ക്? യു ഫിയർ ദ ലോർഡ്? യു ഫിയർ ദ ലോർഡ്? ഹൗ ഡു യു നോ? എങ്ങനെ അറിയാൻ പറ്റും? ദൈവത്തെ ഭയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓ, what a beautiful example of that is Genesis chapter 22. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യം. 22-ാമത്തെ അധ്യായത്തിൻ്റെ verse 12. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. Now I know that you fear God. How do you know that? Because he obeyed. Because he simply obeyed. Dear brothers, it is not about feelings. Janada Parni, it's not about the colors and all those things. It boils down to one important fact: obedience. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ അനുസരണം എങ്ങനെയുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ദൈവഭയമുണ്ടോ എന്നുള്ളത്. മനോഹരമായി നമുക്ക് പാട്ട് പാടാം, മനോഹരമായി പ്രസംഗിക്കാം, സാക്ഷ്യം പറയാം. വണ്ടർഫുൾ, ഇറ്റ്സ് ഓൾ റിക്വയർഡ്, ഇറ്റ് ഓൾ ഗോട്ട് ഇറ്റ്സ് പ്ലേസ്, വെരി നൈസ്. പക്ഷേ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ വാട്ട് വൈൽ മൈ ഒബീഡിയൻസ് വിത്ത് ക്രൈസ്റ്റ്, എൻ്റെ ക്രിസ്തുമേശുവുമായിട്ടുള്ള എൻ്റെ അനുസരണം എവിടെയിരിക്കുന്നു? അതിനെ ബേസ് ചെയ്താണ് കർത്താവ് പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഹല്ലേലൂയ. And when I fear, it says now 2 Corinthians chapter 5 verse 9 and 10. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. One day we will stand before God. Right? One day we will stand before God. And അവനവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതായാലും തക്കതായി പ്രാപിക്കേണ്ടതിന്. There is a place where God is going to judge our work. Everybody's work is going to be checked. Whether is it worth anything to be given. We must all appear before the judgment seat of Christ. ക്രിസ്തുവേശുവിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എക്സാം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം അല്ലേ? Right? There is one day we have to stand before the Lord. Why did I say it? Why did I do that? Why did I decide that way? Right? ഇന്നിപ്പം നമുക്ക് ആരുടെയും മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട. ചില ഇമ്മീഡിയറ്റ് എഫക്ട്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യർ കാണും. സോ പീപ്പിൾ വിൽ ആസ്ക് ദോസ് ക്വസ്റ്റ്യൻസ്. പക്ഷേ അനേക ഹിഡൻ ഏരിയാസ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ആൻഡ് നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ദോസ് തിങ്സ്. ബട്ട് വൺ ഡേ ഇറ്റ് വുഡ് ബി റിവീൽഡ്. ആൻഡ് ദ ലോർഡ് സേസ്, വൈ ഡിഡ് യു ഡു ദാറ്റ്? വൈ ഡിഡ് യു തിങ്ക് ദാറ്റ്? ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ ഐ വാസ് റിയലി ഷിവറിങ്. ദാറ്റ് ഇസ് ദ വേഴ്സസ് ചാപ്റ്റർ 2, 2 Corinthians 2:17 വാക്യം. Paul is saying something about the way he speaks. 2:17 കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ദൈവവചനത്തിൽ 2:17, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. The way he speaks. Can you imagine the way he speaks? He says, but as from God. As from God. ദൈവത്തിൽ നിന്ന് കേട്ടാൽ, പൗലോസിൻ്റെ വായിൽ നിന്നും കേട്ടാൽ, it would be the same. As from God. Second, he says, we speak in the sight of God in Christ. When he speaks, he is very conscious of one fact: Christ is standing on my side. I speak from God, first thing. Second, he says, I speak as if Christ is standing. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സാറ് നിങ്ങളൊരു പെർഫോമൻസ് കാണാൻ വരുന്നതും നിങ്ങളല്ലാത്തൊരു ചെയ്യുമ്പോഴും ഒത്തിരി വ്യത്യാസമാണ്. ബിക്കോസ് യു ആർ കോൺഷ്യസ് and the Lord is standing on your side. Paul is saying, we speak in the sight of God in Christ. And then he says, I speak in Christ, not even on me. Praise God. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ആ വേഴ്സ് മനസ്സിലാക്കി. It says, from God, I speak in the sight of God in Christ. Praise the Lord. And Paul is so conscious when he speaks to the church. ദൈവസഭയെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടാണ്. അപ്പം ആ വാക്യത്തിലാണ്. So we must all appear before God in judgment, in the seat of Christ, that each one may receive the things done in the body according to what he has done, whether good or bad. So നമ്മൾ ഈ പറയുന്നതിനും ചെയ്യുന്നതിനും എടുക്കുന്നതിനും ഒക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. Does that mean that you're going to send us to hell? No, that's not what it means. It means that your work will be burned. Your work will be burned. How do I say that? 1 Corinthians chapter 3. He says, അവരവരുടെ വർക്ക് it will be examined and your work will be burned if you find nothing good. പ്രിയസാരങ്ങളെ, അപ്പം ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ആഗ്രഹം ഇതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ യഥാർത്ഥമായിട്ടുള്ള അവൻ്റെ ഇമേജിനെ പ്രതിബിംബിക്കുന്ന സഭയായി, പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, എൻകറേജിങ് ദം. നോ പ്രോബ്ലം. 1 Corinthians, whatever happened is happened. Forget about it. Let's go to 2 Corinthians. Things are going to be better. ആ ബ്രദർ റിപ്പൻറ്റ് ചെയ്ത് തിരിച്ചു വന്നു, മടങ്ങി വന്നു. അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം, മുമ്പോട്ട് പോകണം. വി ഹാവ് എ ഗുഡ് ഹോപ്പ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ദിസ് മെസ്സേജ് വാസ് ഓൾ അബൌട്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കാം, വൺ തിങ് ഇൻ അവർ ഹാർട്ട്, ലോർഡ് വി വോണ്ട് ടു ലിഫ്റ്റ് അപ്പ് ജീസസ്. നമുക്ക് ആഗ്രഹിക്കാം, ഇത് നമ്മളെ സഹായിക്കണം.